ദൈവവചനത്തെ വിഭജിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന ബൈബിൾ സെമിനാർ മെയ് മാസം 20-21 തീയതികളിൽ മർത്തോമ റിട്രീറ്റ് സെന്റർ മാരാമൺ കോഴഞ്ചേരിയിൽ വെച്ച് നടത്തപ്പെടുന്നു. ബ്രദർ നദീഷ് ചെറിയാൻ, ബ്രദർ തോമസ് ജോർജ്, ബ്രദർ എൽദോ വർഗീസ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു. രജിസ്ട്രേഷൻ സൗജന്യം. പരിമിതമായ സീറ്റുകൾ മാത്രം. ഉടൻ രജിസ്റ്റർ ചെയ്യൂ. ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസ ഗോളത്തിലുള്ളവരെല്ലാം പറയുന്നത് അന്ന് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്ത ആ വാഗ്ദത്ത പ്രകാരമാണ് ഇന്ന് ജാതികൾക്ക് രക്ഷ വന്നിരിക്കുന്നത്. ഇന്നത്തെ സഭ അങ്ങനെയാണ് ഉണ്ടായി വന്നത്. അത് പണ്ടേ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമാണ് രൂപം കൊണ്ടത് എന്നാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ അത് തികച്ചും തെറ്റായിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം അല്ല നമ്മളുണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭ രൂപം കൊണ്ടത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമാണ്. പൗലോസ് പറയുന്നത് ഈ കാര്യം ഇന്നത്തെ ജാതികളുടെ രക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഒരുത്തനും വെളിപ്പെട്ട് വന്നിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന അങ്ങനെയല്ലേ? ലോകാരംഭം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ്. ലോകാരംഭം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പൊ ഇന്നത്തെ രക്ഷിത ഗണമായിരിക്കുന്ന നമ്മൾ യഹൂദന് കൊടുത്ത എന്തെങ്കിലും വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതായിരിക്കുന്ന ഒരു സംഘമല്ല, ഒരു കൂട്ടമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ലോകാരംഭം മുതൽ ദൈവത്തിൽ വളരെ നിഗൂഢമായി ഇരുന്ന, ദൈവത്തിന് മാത്രം അറിയാവുന്ന, ആരും ഒരിക്കലും വെളിപ്പെടുത്താതായിരിക്കുന്ന പരമമായിരിക്കുന്ന സത്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എഫെസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാം അങ്ങനെ പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു എന്നുള്ളതാണ് വായിച്ചത്. അപ്പം ഈ ഗ്രൂപ്പ് ഇന്നത്തെ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം അറിയാവുന്നതും ലോകത്തിൽ ആർക്കും വെളിപ്പെടാത്തതും, അതിനെക്കുറിച്ച് പഴയ നിയമ പ്രവചനങ്ങളിൽ എങ്ങും ഒരു സൂചന പോലും ഇല്ലാത്തതും, പഴയ നിയമ പ്രവാചകന്മാർ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തതും എഴുതാത്തതും, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന കാലത്ത് പോലും കർത്താവ് സംസാരിക്കാത്തതും, ഈ സഭയെക്കുറിച്ച് കർത്താവ് സംസാരിച്ചിട്ടില്ല. ഞാനത് സഭ എന്നുള്ള വിഷയം ഇവിടെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കർത്താവ് പഠിപ്പിച്ച സഭ ഏതാണ്. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞത് ഇന്നത്തെ ക്രിസ്തീയ സഭ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയാണെന്നാണ് 99.9% ക്രിസ്ത്യാനികളും വ്യാഖ്യാനിക്കുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് മത്തായി 16:18 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായിരിക്കുന്ന സഭയാണ് ഈ സഭ എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ പറയും ആ സഭ രൂപം കൊണ്ടത് മത്തായി 16:12 പണിയുമെന്നല്ലേ പറഞ്ഞത്, ഭാവികാലം പണിയും. അത് പണിതത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലാണെന്നും കൂടെ അവർ കൂട്ടിച്ചേർക്കും. അങ്ങനെ ആ സഭയാണ് ഇന്നത്തെ സഭ എന്ന് പഠിപ്പിക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെ പഠിക്കരുത്. കർത്താവ് പണിയുമെന്ന് പറഞ്ഞ സഭ നമ്മുടെ സഭയല്ല, അത് യഹൂദന്മാരുടെ സഭയാണ്. അതാണ് യഥാർത്ഥത്തിൽ മണവാട്ടി സഭ. യഹൂദന്മാരുടെ സഭയാണ് യഥാർത്ഥത്തിൽ മണവാട്ടി സഭ. നമ്മുടെ സഭ മണവാട്ടി സഭയല്ല. നമ്മളായിരിക്കുന്ന സഭ എന്ന് പറയുന്നത് ക്രിസ്തു ശിരസ്സും നമ്മൾ ശരീരവുമായിരിക്കുന്ന ആ ഒരു കൂട്ടമാണ്. ഈ കാര്യം ഒരിക്കലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകട്ടെ, പഴയ നിയമ പ്രവാചകന്മാരാകട്ടെ, 12 അപ്പോസ്തലന്മാരാകട്ടെ, ഇവരാരും പറയാത്തതാണ്. ഇവിടെ നമ്മൾ വായിച്ച ഈ വാക്യം ശ്രദ്ധിച്ചോ? അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അതായത് സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും പോലും എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറഞ്ഞാൽ സാത്താനും അവൻ്റെ സൈന്യങ്ങളുമാണ്. അവരാണിന്ന് ഭൂമിയെ വാഴുന്നത്. അവർക്ക് പോലും, സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്ക് പോലും ഈ പൗലോസിലൂടെ രൂപം കൊണ്ടതായിരിക്കുന്ന ക്രിസ്തീയ സഭ കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. അയ്യോ, ഇതായിരുന്നോ ദൈവത്തിൻ്റെ പദ്ധതി? ഇങ്ങനെ ഒരു മഹാപദ്ധതിയായിരുന്നോ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്?
ഈ സംഭവം എങ്ങാനും പണ്ട് കർത്താവ് പറഞ്ഞു പോയിരുന്നെങ്കിൽ സാത്താൻ അറിയുമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സാത്താൻ ഒരിക്കലും നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അല്ലേ? അത് ആ സംഭവം എങ്ങാനും നമുക്ക് എന്താണ് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതെങ്ങാനും വെളിപ്പെട്ട് പോയിരുന്നെങ്കിൽ അവർ പിന്നെ എന്താണ് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ നമ്മുടെ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെങ്ങനെ ക്രിസ്ത്യാനികളാകും? നമ്മളെങ്ങനെ വിശ്വാസികളാകും? നമ്മളെങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരാകും? നമുക്കെങ്ങനെ പ്രത്യാശയുള്ള ജീവിതം നയിക്കാൻ പറ്റും? ഇന്ന് നമ്മൾ ജാതികളായിരിക്കുന്ന നമ്മൾ ദൈവമായിട്ട് ബന്ധമില്ലാതിരുന്ന, യഹൂദ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന, വാഗ്ദത്തമില്ലാതിരുന്ന നമ്മൾക്ക് ഇന്ന് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയാൻ തക്കവണ്ണം ഈ ഭാഗ്യം ലഭിച്ചത് കാൽവരിയിലെ കുരിശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യാഗമായി തീർന്നുകൊണ്ടാണ്. അതെങ്ങാനും സംഭവിക്കാതെ സാത്താൻ അത് തടുത്തിരുന്നെങ്കിലോ? നമ്മൾ ഇന്നും പഴയ അതായത് ഇന്ത്യയിലെയൊക്കെ പൂർവ്വ ആൾക്കാരെ പോലെ ബഹുദൈവ ആരാധകരും വിഗ്രഹാരാധകരും അറിവില്ലാത്തവരും ഭോഷന്മാരുമായി അതമ്പതിച്ച് പോയേനായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ സഭ എന്നുള്ളതായിരിക്കുന്ന മർമ്മം വെളിപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചാൽ, അത് കർത്താവിൻ്റെ ക്രൂശ് മരണം അനിവാര്യമായിരുന്നത് കൊണ്ട്, അത് നടക്കേണ്ടത് ആവശ്യമായിരുന്നത് കൊണ്ട് ദൈവം സൂക്ഷിച്ച് വെച്ചതായിരുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കൊലോസ്യ ലേഖനത്തിലും അതേ വാക്യം നമ്മൾ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. ഈ സഭയെക്കുറിച്ച് അത് പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞിരുന്നായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ. അതിൻ്റെ 23 മുതൽ ഞാൻ വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. പൗലോസ് എന്ന ഞാൻ ഈ മഹാരഹസ്യം വെളിപ്പെടുത്തിയത് പാപികളിൽ ഒന്നാമനായിരിക്കുന്ന പൗലോസിനെ വിളിച്ച് ഈ മഹാദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു. ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ആ മഹാമർമ്മം വെളിപ്പെടുത്താൻ ലോകത്തിൽ ദൈവം ഒരു മനുഷ്യനെ കണ്ടെത്തി. പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞത്, എൻ്റെ ജനനം മുതൽ എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം എന്നാണ്. യഹൂദ മതത്തിലെ ഏറ്റവും തീഷ്ണതയേറിയ ആ വ്യക്തി, ക്രിസ്തു മാർഗക്കാരെ 12 അപ്പോസ്തലന്മാരെയും അവരോട് കൂടിയുള്ള വിശ്വാസികളെയും കൊന്നുമുടിച്ച് പോന്നവനായിരിക്കുന്നവനെ ദൈവം എന്താ പറയുന്നത്? പൗലോസ് പറയുന്നവർ തന്നെ ജനനം മുതൽ കണ്ടിരുന്നു. ഈ ദൈവത്തിൽ മറഞ്ഞു കിടന്നായിരിക്കുന്ന മഹാരഹസ്യം ഏൽപ്പിക്കാൻ പറ്റിയ വിശ്വസ്തനായിരിക്കുന്ന യോഗ്യനായിരിക്കുന്ന വ്യക്തി ഇവനാണ്, ഈ പൗലോസാണെന്ന് പിന്നെ കർത്താവ് കണ്ടിരുന്നു. ഇന്നത്തെ ക്രിസ്തീയ ലോകം പറയുന്നത് എന്താ? എല്ലാവരും നമ്മുടെ അപ്പോസ്തലന്മാരായ എല്ലാവരും കൂടെ പറഞ്ഞത് ഒരു സുവിശേഷമാണ്. ഇതൊക്കെ അന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. ഇവിടെ പൗലോസ് വ്യക്തമായിട്ട് പറയാണ്, എന്താണ്? ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷക്കാരനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. 24-ാം വാക്യം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഈ വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് എങ്ങനെയാ പറയുന്നത്? ഇത് എല്ലാ അപ്പോസ്തലന്മാരും ഇതേ കാര്യമാണ് പറഞ്ഞതെന്ന് ആൾക്കാർ എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാനും 30 വർഷമൊക്കെ അങ്ങനെ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ച ഒരു വ്യക്തിയാണേ. ഇത് പൗലോസിനെ തിരഞ്ഞെടുത്ത് പൗലോസിനെ ഏൽപ്പിച്ചായിരിക്കുന്ന മഹാദൗത്യമാണ്. അപ്പോൾ ഇവിടെ പറയാണ്, എന്താണ്? കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായി അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന രഹസ്യമാണ്. അപ്പം നമ്മുടെ വിഷയം എന്താ? വിഷയം എന്താ? അബ്രഹാമിന് കൊടുത്ത നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന വാക്തത്വ പ്രകാരമാണോ നമ്മൾ രൂപം കൊണ്ടത്, നമ്മുടെ സഭ രൂപം കൊണ്ടത് എന്ന ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അനേകരും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണെന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ല. ഈ അബ്രഹാമിന് കൊടുത്ത വാക്തത്വ പ്രകാരമല്ല. എന്നാൽ അങ്ങനെ തോന്നിപ്പിക്കുന്നതായിരിക്കുന്ന ചില വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായവും റോമ ലേഖനം
4-ാം അധ്യായവും. ഞാൻ അടുത്ത അതിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യം ഇത് മനസ്സിലാക്കുക, നമ്മുടെ സഭ ഇതിനു മുമ്പ് ആർക്കും പറഞ്ഞു കൊടുത്ത ആര് മുഖാന്തരവും പറയപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമല്ല. ഇത് മറഞ്ഞു കിടന്ന മർമ്മമാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് നേരെ തിരിച്ച് ആദ്യം ഗലാത്യ ലേഖനത്തിലേക്ക് പോവാം. ഗലാത്യ ലേഖനത്തിൽ എന്താണ് ഈ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെക്കുറിച്ചും നമുക്ക് വന്നായിരിക്കുന്ന രക്ഷയെക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് വളരെ സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം തിരുവെഴുത്തിൽ ഈ പൗലോസ് ഈ കാര്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ പ്രകാരമാണ് ഇന്നത്തെ സഭ, ഇന്നത്തെ വിശ്വാസ കൂട്ടം എന്ന് സൂചന ലഭിക്കുന്ന, അങ്ങനെ അർത്ഥം ധ്വനിപ്പിക്കുന്നതായിരിക്കുന്ന ചില വാക്യശകലങ്ങളുണ്ട്. ഇതിനെ ഒന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ വിഷയം കഴിഞ്ഞ ആഴ്ച തൊട്ട് പറയുന്നത്. അതിനാണ് അബ്രഹാമിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ശരി, നമുക്ക് വരാം. ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്നറിവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളായിരിക്കുന്ന സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഇത്രയും വാക്യങ്ങൾ വളരെ സംശയം ജനിപ്പിക്കില്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധയോടെ ആ വാക്യങ്ങളൊന്ന് വായിച്ചു വയ്ക്കേ. ഇത് വായിച്ചാൽ എന്തെന്നാണ് നമുക്ക് തോന്നുക? അത് വായിച്ചാൽ തോന്നുന്നു അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമാണ് ഇന്നത്തെ സഭ രൂപം കൊണ്ടത് എന്ന് പറയും. പറയാതിരിക്കുകയില്ല. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? നമുക്കതൊന്നുകൂടെ വാക്യം പ്രതിവാക്യമാണ്, നമുക്കൊന്നുകൂടെ നോക്കാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിൻ്റെ മക്കൾ എന്നറിവിൻ എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ ദൈവം നീതിമാനായി പ്രഖ്യാപിച്ചത് എപ്പോഴാണെന്നറിയാമോ? പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പ്. അത് റോമലേഖനത്തിലേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിച്ചു തരാം. ന്യായപ്രമാണമോ പരിച്ഛേദനയോ അബ്രഹാമിന് കൊടുക്കുന്നതിന് മുമ്പാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞത് ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പാണ്. അപ്പം ന്യായപ്രമാണത്തിലല്ല വാഗ്ദത്തം വന്നത്, അനുഗ്രഹം വന്നത് ന്യായപ്രമാണത്താലല്ല എന്നാണ് പൗലോസ് ഇവിടെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത്. അബ്രഹാം ദൈവം എന്ത് പറഞ്ഞോ? നീ നിന്റെ പിതൃദേശക്കാരെയും ചാർച്ചക്കാരെയും കുടുംബക്കാരെയും വിട്ടുപോരുക, ഞാൻ കാണിപ്പായിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അബ്രഹാം അനുസരിച്ചു. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും, അതായത് അബ്രഹാമിനോട് പറഞ്ഞു, 100 വയസ്സായ അബ്രഹാമിനോട് പറഞ്ഞു നിനക്ക് മകൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അബ്രഹാം വിശ്വസിച്ചു. അതുപോലെ തന്നെ മകൻ ഉണ്ടായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? യാഗം കഴിക്കാൻ പറഞ്ഞു. അബ്രഹാം അനുസരിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. അങ്ങനെ ഇന്ന് നമ്മളും എന്താ ചെയ്യുന്നത്? നമ്മളും ആ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അബ്രഹാം വിശ്വസിച്ച് നീതിമാനായി തീർന്ന പോലെ നമ്മളും എന്തായിത്തീരുന്നു? വിശ്വാസത്താൽ നീതിമാന്മാരായി തീരുന്നു. അങ്ങനെ നാം അബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ളായിരിക്കുന്ന ഒരു പദവി അലങ്കരിക്കുന്നു. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം നമ്മൾ ജനിച്ചു എന്നല്ല പറയുന്നത്. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. നമ്മളും വിശ്വസിച്ചു, നമുക്കത് നീതിയായി കണക്കിട്ടു. നമ്മളും ഒരു പ്രവൃത്തിയാലും അല്ല നീതീകരിക്കപ്പെടുന്നത്. പൗലോസ് സ്ഥാപിക്കുന്ന കാര്യം ഇതാണ്. അപ്പോൾ ഇവിടെ അത് മനസ്സിലാക്കിക്കൊണ്ടെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്നറിവിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നുള്ളായിരിക്കുന്ന വ്യവസ്ഥയിൽ അബ്രഹാമിനോട് ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടുന്നവരാണ് ആര്? നമ്മൾ. അല്ലാതെ അബ്രഹാമിൻ്റെ വാഗ്ദത്വം അല്ല നമുക്ക് വന്നത്. വിശ്വാസം എന്ന വ്യവസ്ഥ, അബ്രഹാമും ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. നമ്മളും ദൈവത്തിൽ വിശ്വസിച്ചു, അത് നമുക്ക് നീതിയായി കണക്കിട്ടു. അങ്ങനെ വിശ്വാസികൾ അബ്രഹാമിൻ്റെ മക്കളായിത്തീരുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. അല്ല അബ്രഹാമിനടുത്ത വാഗ്ദത്ത പ്രകാരം നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ രക്ഷിതഗണമായി എന്നല്ല പറയുന്നത്. നമ്മളുടെ രക്ഷാപദ്ധതി എന്നെന്നും എല്ലാ കാലത്തും മറഞ്ഞിരുന്നതായിരിക്കുന്ന ദൈവം രഹസ്യമാക്കി സൂക്ഷിച്ചായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അതിൻ്റെ 8-ാം വാക്യം വരിക. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അതവിടെ വ്യക്തമായി എഴുതിയിരിക്കാണ്ടല്ലേ? അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അബ്രഹാമിനോട് പറഞ്ഞു നിന്നിൽ, അല്ലെങ്കിൽ നിന്റെ സന്തതി മുഖാന്തരം. രണ്ടിടത്ത് രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചാണ്.
അതായത് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വായിച്ചാണല്ലോ. അപ്പം ഇവിടെ ഈ പറഞ്ഞതായിരിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഇന്നത്തെ രക്ഷിതഗണം രൂപം കൊള്ളും എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഈ കൃപായുഗ വിശ്വാസികളായിരിക്കുന്ന സഭ രൂപം കൊള്ളും എന്ന അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് തിരുവെഴുത്ത് മുൻകണ്ടു. എന്ത് കണ്ടു? തിരുവെഴുത്ത് മുൻകണ്ടു എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിന് ഇതെല്ലാം അറിയാമല്ലോ. വിശ്വാസത്താൽ ഒരു ഗണം രക്ഷ പ്രാപിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് പറഞ്ഞു നിന്നിൽ എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ അതേ വിശ്വാസം. അബ്രഹാം എന്ത് വിശ്വസിച്ചുവോ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. നമ്മൾ അബ്രഹാം വിശ്വസിച്ച പോലെയല്ല നമ്മൾ വിശ്വസിച്ച കുറച്ച് വ്യത്യാസമുണ്ട്. അബ്രഹാം ദൈവം പറഞ്ഞതനുസരിച്ച് ആ ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിച്ചു. നമ്മളോ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു. ഇത് രണ്ട് വിശ്വാസമാണ്. വിശ്വാസം എന്ന വ്യവസ്ഥയിലൂടെ അബ്രഹാമും ദൈവത്തിൻ്റെ മകനായി നീതീകരിക്കപ്പെട്ടവനായി തീർന്നു, നമ്മളും ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. ഇത് ഈ ജാതികൾക്ക് ഇങ്ങനെ ഒരു രക്ഷാ പദ്ധതി വരുന്ന കാലങ്ങളിലുണ്ട്, വിശ്വാസത്തിൻ്റെ ഒരു സമൂഹം ഉണ്ടാകും എന്നറിഞ്ഞിട്ട് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് താഴെ പറഞ്ഞ എന്താ എന്നുള്ള സുവിശേഷം അബ്രഹാമിന് മുൻപ് കൂട്ടി അറിയിച്ചു എന്ന് പറഞ്ഞിട്ട് 9-ാം വാക്യം അതെങ്ങനെയാണ് സംഭവിച്ചെന്ന് പറയാം. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമല്ല, വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. നോക്കിയേ, പിന്നെയും വായിക്കുന്ന നോക്കിയേ 14-ാം വാക്യം, അതായത് ഗലാത്യ ലേഖനം 3:14. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിൻ്റെ അനുഗ്രഹം എങ്ങനെയാണ് വരുന്നത്? ആ പോയിന്റാണ് വിട്ടുകളയുന്നത് പലരും. നമ്മൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. ഏത്? വിശ്വാസത്താലുള്ള അനുഗ്രഹം. അതെങ്ങനെ നമുക്ക് കൈവരുന്നു? ക്രിസ്തു യേശുവിലാണ് വരുന്നത്. അബ്രഹാമിനോട് പറഞ്ഞാൽ എന്താ? നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആ സന്തതി ക്രിസ്തുവാ. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിലാണ് നമുക്ക് വരുന്നത്. ക്രിസ്തു യേശുവിൽ ഈ ഒരു ഗ്രൂപ്പ് രൂപം കൊള്ളുന്നതായിരിക്കുന്ന കാര്യം പഴയ നിയമത്തിലെങ്ങും പറഞ്ഞിട്ടില്ല. ഈ കൃപായുഗ സഭയെക്കുറിച്ച് പഴയ നിയമത്തിൽ എങ്ങും തന്നെ എവിടെയും പറഞ്ഞിട്ടില്ല. ആർക്കും വെളിപ്പാട് കൊടുത്തിട്ടില്ല. എന്നാൽ തിരുവെഴുത്ത് അല്ലെങ്കിൽ ദൈവാത്മാവ്, തിരുവെഴുത്തെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവാത്മാവിന് എന്തറിയാം, ദൈവത്തിന് എന്തറിയാം? വിശ്വാസത്തിൻ്റെ ഒരു കൂട്ടം ലോകത്തിൻ്റെ നടുവിൽ രൂപം കൊള്ളുമെന്നറിയാം. അതുകൊണ്ട് ആ അബ്രഹാമിനോട് പറഞ്ഞു, എന്തു പറഞ്ഞു? നിന്നിൽ, അതായത് നിന്റെ വിശ്വാസപ്രകാരം, നിന്റെ വിശ്വാസം എന്ന പോലെ വിശ്വസിക്കുന്ന പ്രവൃത്തികൾ കൂടാതെ, ന്യായപ്രമാണത്തിൻ്റെ ഒരു നിയമവും കൂടാതെ, ഒരു പ്രവൃത്തിയും കൂടാതെ രൂപം കൊള്ളുന്നതായിരിക്കുന്ന ഒരു ഗ്രൂപ്പ് നിന്നിൽ, അങ്ങനെ ജാതികൾക്കും ഈ വിശ്വാസത്താലുള്ള രക്ഷാ പദ്ധതി വരുമെന്നുള്ളതായിരിക്കുന്ന കാര്യം പറഞ്ഞു. വാസ്തവത്തിൽ ഞാനത് തുടർന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ആ ഗ്രൂപ്പ് ജാതികളുടെ രക്ഷ, അബ്രഹാമിന് കൊടുത്തായിരിക്കുന്ന ജാതികളുടെ വാക്തത്വം, അത് നമ്മളല്ല. അത് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഭാഗം കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത ക്ലാസ്സിലല്ല, ഇതിൽ തന്നെ ഞാൻ തുടർന്ന് അതാ പറയാൻ പോകുന്നത്. അബ്രഹാമിന് കൊടുത്തായിരിക്കുന്ന നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതും നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതും ഇനിയും ഭൂമിയിൽ നടക്കാനിരിക്കുന്ന ഒരു സംഭവം. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് വളരെ രസകരമാണ് അത് പഠിക്കാൻ. അത് ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന ഈ നിന്റെ സന്തതി മുഖാന്തരം യഹൂദന്മാരിലൂടെ ഈ അനുഗ്രഹം ജാതികളിലേക്ക് പോകണം. അത് പോകാനായിട്ടൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്, അതിനൊരു അവസരവുമുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഇന്നത്തെ ഈ ഗ്രൂപ്പ് അത് ആ ഗ്രൂപ്പ് അല്ലെന്ന് ഞാൻ പറഞ്ഞേ. ഇന്നും വിശ്വാസത്താലെ രക്ഷ. അതുകൊണ്ട് അബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ളതായിരിക്കുന്ന സ്ഥാനം നമുക്ക് വന്നിരിക്കുന്നത്. എന്നാൽ അബ്രഹാമിന് കൊടുത്ത ഈ വാഗ്ദത്ത പ്രകാരം ഒരു ജനത രൂപം കൊള്ളാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. റോമാലേഖനം 4-ാം അധ്യായം ഇവിടെയും വായിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നതായിരിക്കുന്ന പൗലോസിൻ്റെ എഴുത്തുകളിലൂടെ ചില കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് പറ്റും. അബ്രഹാമിന് അഗ്രചർമ്മത്തിനും കൂടെയോ അബ്രഹാമിനെ വിശ്വാസ നീതിയായി കണക്കിട്ടു എന്നല്ലോ. അതിൻ്റെ 9-ാം വാക്യം, അബ്രഹാമിനെ വിശ്വാസ നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. ഞാൻ ആദ്യം പറഞ്ഞ് ഓർക്കുന്നില്ലേ? എങ്ങനെയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്? ന്യായപ്രമാണം കിട്ടിയ പിന്നെയാണോ? പരിശോധന ചെയ്യാൻ പറഞ്ഞിട്ട് പരിശോധന ഏറ്റ പിന്നെയാണോ? അതിനു മുമ്പേ ദൈവം എന്ത് പറഞ്ഞു? അതിനു മുമ്പേ ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ നീതി അവന് കണക്കിട്ടു. അബ്രഹാമിന് നീതി അനുഗ്രഹം കൊടുത്തു.
അപ്പോൾ അത് പരിച്ഛേദനയിലല്ല. അഗ്രഹകർമ്മം പിന്നെ പരിച്ഛേദന ഏറ്റാൽ നിനക്ക് അനുഗ്രഹം തരാമെന്നല്ല പറഞ്ഞത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അത് അവന് നീതിയായി കണക്കിട്ടു. അതാണ് പറഞ്ഞു വരുന്നത്. 11-ാം വാക്യം, അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായിട്ട് പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത്. അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടുവാൻ തക്കവണ്ണം ഇടുവാൻ തക്കവണ്ണം താൻ അവർക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ ലോകാവകാശി, ഇതാ ഞാൻ ആദ്യം പറഞ്ഞ വാക്യം, ലോകാവകാശി ആകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിൻ്റെ നീതിയിലല്ലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികൾ എങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു, ന്യായപ്രമാണം ഇല്ലാത്തടത്തിൽ ലംഘനവുമില്ല. അതുകൊണ്ട് കൃപ ദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. ഇവിടെയെല്ലാം ഇങ്ങനെ വായിച്ചു പോയാൽ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇല്ല അല്ലേ? അവിടെ പറയുന്ന കാര്യം ഞാൻ ചുരുക്കമായിട്ട് പറയാം, നമുക്ക് അത്ര ചിന്തിക്കേണ്ട ആവശ്യമല്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത് പ്രവൃത്തിയാലല്ല. ന്യായപ്രമാണം എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. അഗ്രചർമ്മം മുതലുള്ളായിരിക്കുന്ന ഇങ്ങോട്ടുള്ളായിരിക്കുന്ന യഹൂദിന് കൊടുത്തായിരിക്കുന്ന നിയമങ്ങളെല്ലാം പ്രവൃത്തിയിൽ അടിസ്ഥാനപ്പെട്ടതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദാനം ലഭിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത് ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, അല്ല, വിശ്വാസത്താലാണ്. എന്തിനാണ് അബ്രഹാമിനെ പരിച്ഛേദന എന്ന നിയമം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ അബ്രഹാമിനെ നീതിമാനായിട്ട് പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വിശ്വസിക്കുന്നവർക്കും ആ നീതി വരുവാൻ തക്കവണ്ണമാണ്. പരിച്ഛേദനയുള്ളവർക്കും ആ നീതി വരുവാൻ തക്കവണ്ണം അബ്രഹാം അതിനുശേഷം പരിച്ഛേദനയും ഏറ്റു. ഇതെല്ലാം അവിടെ പറഞ്ഞു വരികയാണ് പൗലോസ്. അവിടെ നമുക്കറിയാലോ, രക്ഷാശാസ്ത്രമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. അത് തോമസ് ജോർജ് സാർ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സുകൾ ശനിയാഴ്ച തോറും അറ്റൻഡ് ചെയ്താൽ ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ മനസ്സിലാകും. ഞാനിപ്പോൾ അതിനകത്ത് അധികം നേരം അവിടെ നിൽക്കുന്നില്ല. ഞാൻ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്താലല്ല നമ്മളുടെ രക്ഷാ പദ്ധതി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വായിച്ചു പോകുന്നത്. ഞാൻ വായിച്ചു പോകുന്നുള്ളൂ. ശനിയാഴ്ചകളിൽ തീർച്ചയായിട്ടും തോമസ് സാറിൻ്റെ റോമാലേഖന പഠനം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടെ സാക്ഷ്യം പറയുകയാണ്. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് ഈ വേദഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുക്കണമെങ്കിൽ അത് നമുക്ക് ആവശ്യമാണ്. ഓരോന്നും വാക്യമായിട്ട് പഠിച്ചു വരണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു വന്നിട്ട്, ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. 15-ാം വാക്യം, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും, ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. അബ്രഹാമിൻ്റെ വിശ്വാസം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, നമ്മളും ദൈവത്തിൽ വിശ്വസിച്ചു, നമ്മളെ രക്ഷിച്ചു. ആ വിധത്തിലാണ് നമ്മൾ അബ്രഹാമിൻ്റെ സന്തതി. അല്ലാതെ അബ്രഹാമിനോട് വാഗ്ദത്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. വിശ്വാസം എന്ന വ്യവസ്ഥയിൽ അബ്രഹാമിനോട് ചേർന്ന് നമുക്ക് രക്ഷ ലഭിച്ചു എന്നുള്ളതായിരിക്കുന്ന കാര്യം പറയുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. എന്ന് പറഞ്ഞാൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. സകല ജാതികളുടെയും പിതാവ് എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ മഹത്വം അബ്രഹാമിന് കൊടുത്തു. എന്തുകൊണ്ടാണ് അബ്രഹാമിന് ആ മഹത്വം കൊടുത്തത്? സകല ജാതികളുടെയും പിതാവായി തീരാനുള്ളതായിരിക്കുന്ന മഹത്വം കൊടുത്തത്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതേപോലെ കാലങ്ങൾ കഴിഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജാതികളുടെ എല്ലാം പിതാവായി തീരുവാൻ തക്കവണ്ണം ആദ്യത്തെ വിശ്വാസത്തിൻ്റെ പിതാവാണ് അബ്രഹാം. ആദ്യത്തെ വിശ്വാസ പിതാവ്. ആ സ്ഥാനമാണ് കിട്ടിയത്. അതേ വിശ്വാസത്തിൻ്റെ ആ വിശ്വാസം എന്ന വ്യവസ്ഥ, അബ്രഹാം വിശ്വസിച്ച് മറ്റൊരു കാര്യമാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യം. അബ്രഹാമിന് അറിയില്ലല്ലോ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും അബ്രഹാമിന് അറിയില്ലല്ലോ. അബ്രഹാമിനോട് അന്ന് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? അത് അബ്രഹാം വിശ്വസിച്ചു. ആ വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നായിരിക്കുന്ന യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. അബ്രഹാമിനെ പോലെ വിശ്വാസം എന്ന വ്യവസ്ഥയാൽ നമ്മളും ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. അങ്ങനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അബ്രഹാം നമ്മുടെ പിതാവാണ്. അബ്രഹാം നമ്മുടെയും പിതാവാണ്. വിശ്വാസം എന്ന വ്യവസ്ഥയിൽ അബ്രഹാം നമ്മുടെ പിതാവാണ്. ഇനിയും താഴേക്ക് നോക്കുക. ഞാൻ നിന്നെ ബഹുജാതികൾക്ക്, ഞാൻ പറഞ്ഞ വാക്യങ്ങളൊക്കെ ഇവിടെ താഴേക്കുണ്ട്, ഞാൻ വായിച്ചില്ലല്ലോ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല.
ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. ഇവിടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കിയതിൻ്റെ അർത്ഥം തന്നെ അബ്രഹാമിനെ പോലെ വിശ്വാസത്താൽ മാത്രം, വിശ്വാസം എന്ന വ്യവസ്ഥയിൽ മാത്രം, ഒരു പ്രവൃത്തിയും കാരണമില്ലാതെ രക്ഷിത ഗണം ഇനിയും ഉണ്ടായി വരും ജാതികളിൽ നിന്ന്. ഇത് കണ്ടിട്ടാണ് അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവ് എന്നുള്ളായിരിക്കുന്ന സ്ഥാനം നൽകിയതെന്ന് പറയുകയാണ്. അതവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നു. അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ച് നമ്മളെന്താ വിശ്വസിച്ചത്? താഴെ പറയാണ്, അബ്രഹാം വിശ്വസിച്ചല്ല. അബ്രഹാം 100 വയസ്സായാലും മകൻ ജനിക്കുന്നു വിശ്വസിച്ചു. അബ്രഹാം ഒരു നിത്യ രാജ്യത്തിന് വേണ്ടി പ്രതീക്ഷിച്ചു, അല്ലേ? അബ്രഹാമിനോട് വിട്ടുപോരാൻ പറഞ്ഞു, ഒരു രാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞു, അതൊക്കെ വിശ്വസിച്ചു. അതാ അബ്രഹാം വിശ്വസിച്ചത്. നമ്മളെന്താ വിശ്വസിച്ചത്? നമ്മൾ വിശ്വാസത്താൽ ദൈവമക്കളാണ്, അബ്രഹാമ്യ സന്തതികളാണ്. എന്നാൽ നമ്മളെന്താ വിശ്വസിച്ചത്? താഴെ പറയാണ്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, 24-ാം വാക്യം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ച് നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളും അബ്രഹാമിനെ പോലെ നീതിമാന്മാർ എന്നുള്ളായിരിക്കുന്ന വലിയ പദവി സ്വന്തമാക്കുകയാണ്. അത് നമുക്കും കൂടെ കണക്കിടാൻ വേണ്ടിയിട്ടാണ് അന്നേ അബ്രഹാമിനോട് നിന്നിൽ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞത്. അല്ലാതെ ഇന്നത്തെ കൃപായുഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല. ശരി, ഞാൻ ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരട്ടെ. ഈ അബ്രഹാമിനോട് പറഞ്ഞായിരിക്കുന്ന ഈ വാഗ്ദത്തം അക്ഷരം പ്രതി എന്നാണ് നിറവേറുന്നത്? അക്ഷരം പ്രതി എന്നാണ് നിറവേറുന്നത്? നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന ആ രക്ഷാ പദ്ധതി എപ്പോഴാണ് നിവൃത്തിയാകുക, എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ കഴിഞ്ഞ കാലം വരെ ഈ യഹൂദനോട് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നായിരിക്കുന്ന കാലത്തൊക്കെയും യഹൂദന് മാത്രമായിരുന്നു രക്ഷ. ഞാൻ പറയുന്നത് 12 അപ്പോസ്തലന്മാരുടെ കാലം കഴിയുന്നത് വരെ മാത്രമേ, അല്ലെങ്കിൽ കൃപായുഗം തുടങ്ങുന്നത് വരെ മാത്രമേ ദൈവം യഹൂദനോട് ഇടപെട്ടുകൊണ്ടിരുന്നുള്ളൂ. അന്ന് യഹൂദന്മാർക്ക് മാത്രമാണ് രക്ഷ. ആർക്കെങ്കിലും യഹൂദ മതത്തോടു കൂടെ മതത്തോട് ചേർന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഒരു ജാതിന് രക്ഷപ്പെടണമെങ്കിൽ യഹൂദ മതാനുസാരിയായി തീരണം. യഹൂദ മതാനുസാരിയായി തീർന്ന് പരിച്ഛേദനയേറ്റ് അവരുടെ പക്ഷത്തേക്ക് ചേർന്നെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു ജാതിയന് ആ ദൈവത്തിലുള്ളായിരിക്കുന്ന രക്ഷ യഹൂദനോട് കൂടെ പങ്കിടാനായിട്ട് പറ്റുള്ളൂ. യഹൂദനോട് കൂടെ ആ ഒരു പദ്ധതിയായിരുന്നു. എന്നാലും മുഖ്യമായിട്ടും അത് യഹൂദന്മാർക്ക് മാത്രമുള്ള കാലഘട്ടമാണ്, അവരുടെ രക്ഷാ പദ്ധതിയാണത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഞാൻ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ വന്നവനല്ല, ആദ്യം മക്കൾ തിന്നട്ടെ, അവർ തൃപ്തി പ്രാപിക്കട്ടെ. മക്കൾ എന്ന് പറഞ്ഞ യഹൂദന്മാർ. ഞാൻ യഹൂദന്മാർക്ക് വേണ്ടിയാണ് വന്നത്, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് നമുക്കറിയാമല്ലോ. അപ്പോൾ യഹൂദന്മാരിലൂടെ ജാതികൾ രക്ഷപ്പെടണം എന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്തം പണ്ടേ ഉണ്ട്. അതല്ല ഇന്നത്തെ ഗ്രൂപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതല്ല ഇന്നത്തെ ഗ്രൂപ്പ്. അത് അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന വ്യവസ്ഥയിലാണ് നമ്മളായിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളത് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഇത് വളരെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ റോമാലേഖനത്തിലെയും ഗലാത്യലേഖനത്തിലെയും ഈ 2 വേദഭാഗങ്ങൾ നമ്മളെ ആകെ പ്രശ്നത്തിലാക്കുന്നതാണ്. ആ ഗ്രൂപ്പ് അല്ല, അബ്രഹാമിനോട് പറഞ്ഞ ഗ്രൂപ്പ് നമ്മളല്ല. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞായിരിക്കുന്ന വാഗ്ദത്തം നിറവേറണം. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്തം നിറവേറണം. അതിന്ന് നിറവേറിയിട്ടില്ല. അത് ഭാവി കാലത്ത് യഹൂദനിലൂടെ ജാതികൾ രക്ഷപ്പെടുന്ന ഒരു വലിയ രക്ഷാപദ്ധതി ഇനിയും നടക്കും. ഞാൻ അതിന് ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആദ്യം ഞാൻ പഴയ നിയമത്തിൽ നിന്നാണ് കേട്ടോ, പ്രവചനങ്ങളിൽ നിന്നാണ് ഞാൻ ചില വാക്യങ്ങൾ, ഇത് എപ്പോൾ സംഭവിക്കാനുള്ളത് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അബ്രഹാമിലൂടെ സകല ജാതികളും രക്ഷ പ്രാപിക്കുമെന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്തം എപ്പോൾ നിറവേറും? യെശയ്യാ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. അന്ത്യകാലത്ത്, സമയം എപ്പോഴാണെന്ന് നോക്കണം. അന്ത്യകാലത്ത് എന്ന് പറഞ്ഞാൽ ഇത് 1000 ആണ്ട് വാഴ്ചക്കാലമാണ് പറയുന്നത്. 1000 ആണ്ട് വാഴ്ചക്കാലം.
അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. 1000 ആണ്ട് വാഴ്ചയിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും, തങ്ങളുടെ ജാതികളെക്കുറിച്ചാണ് പറയുന്നത്, അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്നങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? അന്ത്യകാലത്ത്, അതായത് 1000 ആണ്ട് വാഴ്ച. എന്തിനാ? കർത്താവായ യേശു ക്രിസ്തുവിന് 1000 ആണ്ട് വാഴ്ച കാലത്ത് അബ്രഹാമിനോട് പറഞ്ഞായിരിക്കുന്ന നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളായിരിക്കുന്ന വാഗ്ദത്തം നിറവേറും. അനേകം കോടിക്കണക്കിനായിരിക്കുന്ന ജാതികൾ യഹൂദ മതത്തിലേക്ക് ചേരും. യെരൂശലേമിൽ നമ്മുടെ കർത്താവിൻ്റെ തേജസ് കണ്ടുകൊണ്ടിരിക്കും. അവിടെ ദേവാലയമുണ്ട്. യെരൂശലേമിൽ ദേവാലയം സ്ഥാപിതമായിട്ടുണ്ട്. അപ്പോൾ യെരൂശലേമിലെ ആ ദേവാലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ തേജസ് പ്രകാശം നൽകിക്കൊണ്ടിരിക്കും. കർത്താവിനെ നേരിട്ട് കാണുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കർത്താവിനെ നേരിട്ട് കണ്ട ആർക്കും ജീവനോടെ ഇരിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ യേശു ക്രിസ്തു നേരിട്ട് ഭരണം നടത്തുമെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ഇല്ല, സംഭവിക്കില്ല, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. എന്നാൽ യെരൂശലേമിൽ ഒരു ദേവാലയമുണ്ട്. ഈ ദേവാലയത്തിൽ പണ്ട് ശലോമോൻ ദേവാലയം പ്രതിഷ്ഠ ചെയ്തതായിരിക്കുന്ന സമയത്ത് എങ്ങനെ ദൈവ തേജസ് ഇറങ്ങി വന്നുവോ അതിനേക്കാളും 10 മടങ്ങ് ഇരട്ടിയായിട്ടോ ഒക്കെ ആയിരിക്കും യെരൂശലേം ദേവാലയം സദാസമയം രാവും പകലും പ്രകാശപൂരിതമായിരിക്കും. തേജസ്കരണം കൊണ്ട്. അതിനൊക്കെ വാക്യങ്ങളുണ്ട്, അതെല്ലാം ഞാനിപ്പോൾ എടുത്ത് വായിക്കുന്നില്ല. ആ പ്രകാശം കൊണ്ട് യെരൂശലേം പട്ടണം പ്രകാശിതമായിരിക്കും എന്ന് പറയുന്നത്. യെരൂശലേം പട്ടണം തന്നെ, കൃത്രിമ ലൈറ്റ് വെട്ടമൊന്നും വേണ്ട. യെരൂശലേം പട്ടണം പോലും യെരൂശലേം ദേവാലയത്തിൻ്റെ തേജസ് കൊണ്ട് പ്രകാശിതമായിരിക്കും എന്ന് കാണുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ചിന്തിക്കുക, ലോകത്തിലെ ജാതികളായിരിക്കുന്ന മനുഷ്യർ, അന്ന് ലോകത്തിലെല്ലായിടത്തും ജാതികളുണ്ട്. ഇന്ത്യയിലും ചൈനയിലും പാകിസ്ഥാനിലും അതുപോലെ അമേരിക്കയിലും റഷ്യയിലും എല്ലാം ജാതികൾ, കോടിക്കണക്കായ ജനങ്ങളുണ്ട്. ഇവർ നോക്കുമ്പോൾ ലോകത്തിൻ്റെ മറ്റെവിടെയും ഇങ്ങനെ ഒരു കാഴ്ച കാണാനില്ല. ദൈവത്തിൻ്റെ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു വെളിച്ചം, ഒരു വെളിപ്പാട് കാണാൻ കഴിയുന്ന യെരൂശലേമിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇവരെന്ത് ചെയ്യുന്നറിയാമോ? യഹൂദന്മാരോട് പറയും, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ പോരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം ഇസ്രായേലിൻ്റെ ദൈവത്തെ അന്വേഷിച്ച് യഹൂദൻ്റെ വസ്ത്രാഗ്രം പിടിച്ച് യെരൂശലേമിലേക്ക് ചെല്ലും. അവർ അന്ന് ലക്ഷോപലക്ഷക്കണക്കിന് പേര് യഹൂദ മതാനുസാരികളായി പരിവർത്തനം ചെയ്യപ്പെടും. അപ്പോഴാണ് അബ്രഹാമിനോട് പറഞ്ഞായിരിക്കുന്ന വാഗ്ദത്തം യഥാർത്ഥത്തിൽ നിറവേറുക. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നത് നിറവേറുന്നത്. ഇന്നത്തെ ഗ്രൂപ്പ് അല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് വിശ്വാസത്താല രക്ഷ എന്നുള്ളതുകൊണ്ടാണ് പൗലോസ് അതൊക്കെ എടുത്ത് ഉദ്ധരിച്ച് പറയുന്നത്. ഈ റോമാലേഖനത്തിലും ഗലാത്യലേഖനത്തിലും പറയുന്നത് ഈ അന്ന് ജാതികൾ ഒഴുകിച്ചെല്ലും. പിന്നെയും തിരുവെഴുത്തിൽ എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല, ചില വാക്യങ്ങളും കൂടി ഞാൻ വായിക്കുന്നുണ്ട്. പിന്നെയും തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ അറിയാവോ? അന്ന് ജാതികൾ അവരുടെ പൊന്നും വെള്ളിയും പിന്നെ മരവും കല്ലും കൊണ്ടുള്ളായിരിക്കുന്ന വിഗ്രഹങ്ങളെ, ബിംബങ്ങളെ അവരെടുത്ത് നരിച്ചീറുകൾക്കും തുരപ്പനലിക്ക് എറിഞ്ഞു കൊടുക്കും. ഇനി നിങ്ങൾ ഞങ്ങളുടെ ദൈവമല്ലെന്ന് പറയും. കാരണം ഇവർ എവിടെ നിന്ന് നോക്കിയാലും എപ്പോഴും ഇവർക്ക് കാണാൻ കഴിയുന്ന, ഇപ്പം നമുക്കറിയില്ല യെരൂശലേമിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് ഇവിടെ നിന്ന് കാണാമല്ലോ. രാത്രിയും പകലും ഭേദമില്ലാതെ, കൃത്രിമമല്ലാത്ത, ഇലക്ട്രിക്കിൻ്റെ അല്ലാത്ത മഹാ തേജസ്സിൽ മിന്നിക്കൊണ്ടിരിക്കുന്ന യെരൂശലേം പട്ടണം കണ്ടിട്ട് പിന്നെ ഏതെങ്കിലും മനുഷ്യൻ അവൻ്റെ വിഗ്രഹങ്ങളെ വെച്ച് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അവനെപ്പോലെ വിവരം കെട്ടവനാരാ? അപ്പം അവർ പറയുന്നതാണ്, വിഗ്രഹങ്ങളെ എടുത്ത് തുരപ്പനലിക്കും നരിച്ചീറുകൾക്ക് എറിഞ്ഞു കളയും. എന്നിട്ട് തീർത്ഥാടകരായി ലക്ഷോപലക്ഷം പേര് അങ്ങോട്ട് ചെല്ലുമെന്ന് അറിയാവോ? യെരൂശലേമിലേക്ക് ചെല്ലും. ഞാനൊരു രഹസ്യം കൂടെ നിങ്ങളോട് പറയട്ടെ. ഈ ജാതികളുടെ ഈ രക്ഷാപദ്ധതിയുടെ വാതിൽ ആര് തുറക്കണമായിരുന്നു അറിയാമോ? പത്രോസിലൂടെ തുറക്കണമായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? പത്രോസിനെയാണ് ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് കൊടുത്തിരിക്കുന്നത്. അതിനാണ് പത്രോസിനെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് വിട്ടത്. ഇന്നത്തെ ക്രിസ്തീയ ലോകം പറയും പത്രോസിലൂടെയാണ് ജാതികളുടെ രക്ഷാവാതിൽ തുറന്നത്, നമ്മളെല്ലാം അതിലൂടെയാണ് നമ്മളകത്തേക്ക് കടന്നതെന്ന്. എൻ്റെ പൊന്നെ, പത്രോസ് പോയി കൊർന്നല്യോസിൻ്റെ അടുക്കൽ പോയി സുവിശേഷം പറഞ്ഞത് കാൽവരിയിലെ കുരിശിലെ യാഗമല്ല,
നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം വായിക്ക്. അവിടെ കാൽവരിയിലെ കുരിശിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചോ ആ മരണത്താൽ പാപികളുടെ രക്ഷയെക്കുറിച്ചോ ഒരു വാക്ക് പോലും, ഒരു സൂചന പോലും പറഞ്ഞിട്ടില്ല. 10-ാം അധ്യായത്തിൽ പത്രോസ് പ്രസംഗിക്കുന്ന പ്രസംഗം എന്താണെന്നറിയാമോ? അവൻ തന്നെയായിരുന്നു ക്രിസ്തു എന്നാ. അതായത് യഹൂദന്മാർ ക്രൂശിച്ചു വന്ന അവൻ തന്നെയായിരുന്നു യഹൂദന്മാരുടെ പ്രത്യാശയായ ക്രിസ്തു എന്ന ആ പ്രസംഗം കേട്ടപ്പോഴാണ് കൊർന്നല്യോസിന്റെ വീട്ടിലുണ്ടായിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്. അവിടെ തുറന്ന വാതില് അതിനുശേഷം സ്റ്റോപ്പായി പോവുകയായിരുന്നു. ആ പദ്ധതി, ആ വാതിലിൻ്റെ പദ്ധതിയല്ല, യഹൂദൻ എന്ന പദ്ധതി തന്നെ സ്റ്റോപ്പായി പോവുകയായിരുന്നു. ഇനി എന്ത് സംഭവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ പ്രത്യക്ഷനായിട്ട് 1000 ആണ്ട്, ഒലിവുമലയിൽ ഇറങ്ങി വന്നതിന് ശേഷം 1000 ആണ്ട് ഭൂമിയെ വാഴുന്ന കാലത്ത് അനേക ജാതികൾ ഒഴുകി യെരുശലേമിലേക്ക് ചെല്ലും. അവർക്കെല്ലാം ഒരു സാക്ഷ്യമുണ്ട്. ഞാൻ ഇനി അതിന് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ഒരു വാക്യമല്ലേ വായിച്ചുള്ളൂ. മറ്റൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 56-ാം അധ്യായത്തിൻ്റെ 56-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ളായിരിക്കുന്ന വാക്യം നോക്കുക. അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കുകയാൽ. ഞാനത് വായിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ വാക്യവും വ്യാഖ്യാനിക്കാൻ പറ്റില്ല, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കിയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പിൻ. ശബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചുകൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. യഹോവയോട് ചേർന്നിട്ടുള്ള ജാതിക്കാരൻ. 1000 ആണ്ടിൽ എന്തുണ്ട്? ന്യായപ്രമാണമുണ്ട്, ശബത്തുണ്ട്, പരിച്ഛേദനയുണ്ട്. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ. അനേകം ജാതികളും എന്ത് ചെയ്യും? യഹോവയോട് ചേരും. യെരുശലേമിലേക്ക് ചെന്ന് അവര് മതപരിവർത്തനം നടത്തി അവരെല്ലാം യഹൂദ മതത്തിലേക്ക് കൺവെർട്ടായി തീരും. അവിടെ പറയാണ്, യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത്. പണ്ടെങ്ങനെയായിരുന്നു? ഒരു യഹൂദൻ യഹൂദൻ എന്താണ് ഇങ്ങനെ കൺവെർട്ട് ചെയ്ത് അവൻ മതപരിവർത്തനം നടത്തി യഹൂദ മതത്തിലേക്ക് ചേർന്നാൽ തന്നെ അവൻ വന്നിട്ട് എവിടെ നിൽക്കണം എന്നറിയാവോ? വേർപാടിൻ്റെ ആ ചുമരിൻ്റെ പുറത്ത് നിന്നിട്ടൊന്ന് എത്തി എങ്ങാണം യെരുശലേം ദേവാലയത്തിലേക്ക് നോക്കാൻ പറ്റിയത് നോക്കി, അത്രേ പറ്റുള്ളൂ. ആ മതിലിൻ്റെ അകത്തേക്ക് അവന് പ്രവേശനമില്ല. എന്നാൽ ഇനി 1000 ആണ്ട് വരുമ്പോൾ ഈ ജാതികൾ എന്താവെന്ന് പറഞ്ഞേ? നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടെന്ന് വായിച്ചു നോക്കിയേ. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തു എന്ന് ഇനി പറയരുത്. ഷണ്ണനും ഞാൻ ഒരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയാവോ? ഷണ്ണനും ചിന്നലിങ്കനും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ, അവരുടെ അല്ല, ഷണ്ണനും ചിന്നലിങ്കനും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. എന്നാൽ 1000 ആണ്ടിൽ എന്താ പറയുന്നത്? ഒരു ജാതിയനും ഇനി തൻ്റെ ജനത്തിൽ നിന്ന് ഞാൻ വേർപെട്ടവനാണ്, യഹൂദനെ തൊടാൻ പാടില്ല, യഹൂദിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല. ആ വേർപാട് അവിടെ ഉണ്ടാകില്ല എന്നാ. ജാതികൾ അന്ന് യഹൂദ മതാനുസാരികളായി തീരുമ്പോൾ ആ വേർപാട് അവിടെ ഉണ്ടാകില്ല. അവരെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ഇനിയും താഴേക്ക് നോക്കിയേ. വേർപെടുത്തെന്ന് പറയരുത്. ഷണ്ണനും ഞാനൊരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. എൻ്റെ ശബത്ത് ആചരിക്കുകയും, ശ്രദ്ധിച്ച് കേൾക്കണേ, എൻ്റെ ശബത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു, ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും പുത്രന്മാരെക്കാൾ വിശേഷമായ ഒരു ജ്ഞാപകവും നാമവും കൊടുക്കും. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. പഴയ ന്യായപ്രമാണത്തെക്കാൾ എന്തോരു വ്യത്യാസം വന്നു നോക്കിയേ, എന്തൊരു അത്ഭുതം നോക്കിയേ. ഷണ്ണന്മാർക്ക് പഴയ നിയമകാലത്തെ യഹൂദ ദേവാലയത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറയുകയാണ്, ഈ വരാതിരിക്കുന്ന കാലത്ത് ഷണ്ണനൊരു വിശേഷ നാമം കൊടുക്കും. ഞാൻ എൻ്റെ മതിലകത്ത്, പണ്ട് മതിലിന് പുറത്ത് നിന്നാണെങ്കിൽ ഇനി മതിലകത്ത് ഞാൻ അവർക്ക് ജ്ഞാപകം കൊടുക്കും. എൻ്റെ പുത്രന്മാരെക്കാളും ഞാൻ അവരെ ബഹുമാനിക്കും. നോക്കിയ ഒരു കാലം വരാൻ പോവുകയാണ്. അതാ 1000 ആണ്ട് വാഴ്ച എന്ന് പറഞ്ഞേ. ഇനി നോക്കിയേ, ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. 6-ാം വാക്യം, യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരായിരിക്കണേന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ. ഈ പറയുന്നതൊക്കെ അന്യജാതിക്കാരെ കുറിച്ചാട്ടോ, അതാ ഞാൻ പറയുന്നത്. ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും. അവരെന്ത് ചെയ്യണം? ഇന്നത്തെമാതിരി രക്ഷപ്പെടാൻ പറ്റുമോ? ഇന്നത്തെമാതിരി നമ്മളെപ്പോലെ കൃപയാൽ വിശ്വാസത്താൽ മാത്രം രക്ഷപ്പെടാൻ പറ്റുമോ?
അവരെന്ത് ചെയ്യണം? ന്യായപ്രമാണം അനുസരിക്കണം. അവിടെ പറഞ്ഞ കേട്ടോ, ആ അന്യജാതിക്കാരൻ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെ ഒക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. ജാതികളെ എവിടേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ യെരൂശലേം ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. അന്നും അവിടെ യാഗങ്ങൾ നടക്കും, അന്ന് ന്യായപ്രമാണം നടക്കും, അന്ന് യാഗങ്ങൾ നടക്കും 1000 ആണ്ടിൽ. അവരുടെ ഈ ജാതികൾ കൊണ്ടുവരുന്നതായിരിക്കുന്ന ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ആ വാക്കുകൾ അനർത്ഥമായി തീരുന്നത് അന്നാണ്. 1000 ആണ്ട് വാഴ്ചക്കാലത്താണ് സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയമായി യഹൂദന്മാരുടെ ആലയം തീരുന്നത്. അന്നാണ് തീരുന്നത്. കണ്ടോ, അബ്രഹാം പറഞ്ഞു, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞായിരിക്കുന്ന ആ വാഗ്ദത്തം അന്നാണ് നിറവേറാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ രക്ഷയല്ല, ഇത് മഹാരഹസ്യമായിരുന്നു. ഇതൊന്ന് തെളിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച തൊട്ട് ഞാൻ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ ഇതെല്ലാം ഞാൻ വായിച്ച് നിങ്ങളെ പഠിപ്പിച്ചു പോകുന്നത്. ഇനിയും ചില വാക്യങ്ങൾ കൂടെ വായിക്കാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. യെശയ്യാവ് 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഈശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. നോക്കിക്കേ, ജാതികൾ അന്വേഷിച്ചു വരും, അവൻ്റെ വിശ്രമസ്ഥലം മഹത്വമുള്ളതായിരിക്കും എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ, ഈശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവൻ്റെ വിശ്രമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. 14-ാം അധ്യായത്തിന് 1-2 വാക്യം. യെശയ്യാവ് 14-ാം അധ്യായത്തിന് 1-2 വാക്യം. യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് സ്വദേശത്ത് അവരെ പാർപ്പിക്കും. അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോട് ചേർന്ന് കൊള്ളും. എത്ര വ്യക്തമായി പറയുന്നത്! ഇതൊന്നും ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. ഇത് സംഭവിക്കുന്ന കാലമാണ് 1000 ആണ്ട് വാഴ്ചക്കാലം. യാക്കോബ് ഗൃഹത്തോട് ചേർന്ന് കൊള്ളും. ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇസ്രായേൽ ഗൃഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായി ദാസിമാരായി അടക്കിക്കൊള്ളും. തങ്ങളെ ബദ്ധരാക്കിയവരെ അവർ ബദ്ധരാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും. സകല ജാതികൾ അവരെ കൂട്ടി, അതായത് അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോട് ചേർന്ന് കൊള്ളും. അപ്പം ഈ അബ്രഹാമിന് കൊടുത്തായിരിക്കുന്ന വാഗ്ദത്തം ഇനിയും നിറവേറാനിരിക്കുകയാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. 25-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? സകല വംശങ്ങൾക്കുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിക്കുകയും അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവ കർത്താവ് സകല മുകളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്യും. അവിടെ അത് മുഴുവൻ വായിച്ചാലേ അത് മനസ്സിലാക്കിയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അർത്ഥം? എന്ന് പറഞ്ഞാൽ ഇന്ന് ജാതികൾക്ക് എന്തറിയില്ല, ദൈവം ആരാന്നറിയില്ല, ദൈവത്തെ അറിയില്ല. അവർ ശരിക്കും മൂടപ്പെട്ടിരിക്കുക, അവർക്ക് ബോധമില്ല. അവർ കാണുന്ന കല്ലും മരവും എല്ലാം ദൈവമാക്കും, ജീവജന്തുക്കളെ ദൈവമാക്കും, വല്ല പക്ഷി മൃഗാദികളെയും മനുഷ്യനെയും ഒക്കെ അവർ ദൈവങ്ങളെ ആരാധിക്കും. അവരുടെ മുഖത്ത് ഒരു മൂടുപടം കിടക്കുകയാണ്. സത്യദൈവത്തെ അറിയാൻ തക്കവണ്ണമുള്ളായിരിക്കുന്ന പരിജ്ഞാനം ലഭിക്കാതെ ഇവരെ ഈ അന്ധമാക്കി വെച്ചിരിക്കുകയാണ് സാത്താൻ. അന്ന് ഈ ഇസ്രായേലിൻ്റെ ദൈവത്തെ അന്വേഷിച്ച് യെരൂശലേമിലേക്ക് വരുന്നതായിരിക്കുന്ന ജാതികളെ സംബന്ധിച്ച് എന്ത് നടക്കുമെന്ന് അറിയാമോ? സത്യ ദൈവത്തെക്കുറിച്ചുള്ളായിരിക്കുന്ന പരിജ്ഞാനം അവരുടെ ഹൃദയത്തിൽ വിളങ്ങും. സകല ജാതികളുടെയും മൂടുപടവും, അതാണ് അവിടെ പറഞ്ഞത്. നമ്മൾ സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നീക്കിക്കളയും. ഈ പർവ്വതം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പർവ്വതം. ആ പർവ്വതത്തിലേക്ക് ചെല്ലുന്ന എല്ലാവരും യഥാർത്ഥമായി സത്യദൈവത്തെ കാണും, അറിയും എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ധാരാളം വാക്യങ്ങളുണ്ട്. പ്രവചന പുസ്തകങ്ങളെല്ലാം വായിച്ച ധാരാളം വാക്യങ്ങളുണ്ട്. ഞാൻ അത്രയ്ക്കൊന്നും പോകുന്നില്ല. 86-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യം. 86-ന്റെ 9-ാം വാക്യം. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ഇവിടെയാണ് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ നിറവേറൽ. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം എവിടെയാണ് നിറവേറുന്നത്? സങ്കീർത്തനം തന്നെ 102-ാം അധ്യായം. അതെ, യഹോവയെ സേവിപ്പൻ, അതാണ് 19.
യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോനിൽ യഹോവയുടെ നാമത്തെയും യെരൂശലേമിൽ അവൻ്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിൽ നിന്ന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും യഹോവ തൻ്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ. 19 യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? അബ്രഹാമിൻ്റെ, ഞാൻ ഇത്രയും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആഴ്ചയിലായിട്ട് പറഞ്ഞത്, അബ്രഹാമിൻ്റെ വാഗ്ദത്ത പ്രകാരം, അബ്രഹാമിന് കൊടുത്തായിരിക്കുന്ന വാഗ്ദത്ത പ്രകാരമുള്ളതായിരിക്കുന്ന ഒരു ജന സമൂഹമല്ല നമ്മൾ. അങ്ങനെ ആരും വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. എന്നാൽ വിശ്വാസം എന്ന വ്യവസ്ഥയിൻ പ്രകാരം നാം അബ്രഹാമിൻ്റെ മക്കളാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയെ കണക്കിട്ടു. നമുക്ക് ഒരു പ്രവൃത്തിയും വേണ്ട. അബ്രഹാമിനെ പോലെ ദൈവത്തിൽ വിശ്വസിച്ചു, കാൽവരി കുരിശിലെ യാഗമരണത്തിൽ വിശ്വസിച്ചു, നമുക്ക് അത് രക്ഷയ്ക്ക് കാരണമായിട്ട് തീർന്നു. നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്തം ഇന്ന് നിറവേറിയ ഈ വിശ്വാസ സമൂഹത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. അതെപ്പോൾ സംഭവിക്കും, അതെപ്പോൾ നിറവേറുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 1000 ആണ്ട് വാഴുമ്പോൾ യഹൂദ മതത്തോട് ചേർന്ന് ജാതികൾ രക്ഷപ്പെടുന്നതായിരിക്കുന്ന ആ വലിയ പ്രവർത്തനം നടക്കും. അപ്പോൾ ഈ വേദഭാഗം തെറ്റിദ്ധരിക്കപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്ത് കാണും. എന്നാൽ എത്രത്തോളം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പലർക്കും സംശയമുള്ള കാര്യമാണ്. അതായത് നമ്മുടെ രക്ഷാപദ്ധതി പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നായിരിക്കുന്ന മർമ്മമാണ്. ഇതിനെക്കുറിച്ച് പണ്ടെങ്ങും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പലരും ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ്, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമല്ലേ നമ്മുടെ രക്ഷ എന്ന്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമല്ല നമ്മുടെ രക്ഷ എന്ന് ഞാൻ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും പറഞ്ഞത്. ഈ കാര്യത്തിൽ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനത്തെ വിഭജിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന ബൈബിൾ സെമിനാർ മെയ് മാസം 20-21 തീയതികളിൽ മർത്തോമ റിട്രീറ്റ് സെന്റർ മാരാമൺ കോഴഞ്ചേരിയിൽ വെച്ച് നടത്തപ്പെടുന്നു. ബ്രദർ നദീഷ് ചെറിയാൻ, ബ്രദർ തോമസ് ജോർജ്, ബ്രദർ എൽദോ വർഗീസ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു. രജിസ്ട്രേഷൻ സൗജന്യം. പരിമിതമായ സീറ്റുകൾ മാത്രം. ഉടൻ രജിസ്റ്റർ ചെയ്യൂ.